Okay, good morning everyone. നമ്മൾ ഇന്ന് ഹൈഡ്രോളിക്സിന്റെ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ 7ാമത്തെ സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന പ്രശ്നം, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു പ്ലെയിൻ നമ്മളൊരു വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന പ്രഷറും, അതായത് ടോട്ടൽ ഫോഴ്സും അതുപോലെ തന്നെ അതിനകത്ത് എന്തുകൂടെയാണ് സെന്റർ ഓഫ് പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ഇതേ രീതിയിൽ തന്നെ നമ്മളൊരു ഇൻക്ലൈൻ ആയിട്ട് ഒരു സർഫസ് ഈ ഒരു വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കണം. അതിനകത്ത് എത്രയായിരിക്കും ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതുപോലെ തന്നെ അതിന്റെ സെന്റർ ഓഫ് പ്രഷർ എവിടെയായിരിക്കും വരിക എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയ ആ ഒരു വെർട്ടിക്കൽ പ്ലേറ്റിന് സിമിലർ ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൈൻ പ്ലെയിൻ ഈ ഒരു സർഫസിൽ ഇമേഴ്സ് ചെയ്തിരിക്കുമ്പം അതിനകത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ പ്രഷറും അതുപോലെ തന്നെ സെന്റർ ഓഫ് പ്രഷറും. ഓക്കെ, അപ്പം ഞാനിത് ഒന്ന് സ്പീഡ് പറയാം, കാരണം നമുക്ക് മറ്റേതുമായിട്ട് സിമിലർ ആയിട്ട് തന്നെയാണ്. അപ്പൊ ഡെറിവേഷൻ ഇനി ഒരേ സാധനം തന്നെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആ ഒരു വ്യത്യാസം മാത്രം ഒന്ന് വേഗം പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കുക, ഇവിടെ നമുക്ക് ഇതിന്റെ ഫ്രീ സർഫസ് കാണാം, വെള്ളത്തിന്റെ ഫ്രീ സർഫസ്. ഈ കാണുന്ന ഏരിയ ആണ് വാട്ടർ. ഓക്കെ, ഈ ഫ്രീ സർഫസിൽ നമ്മൾ ഒരു ചെറിയ ബോഡി ഇമേഴ്സ് ചെയ്തിരിക്കുകയാണ്, അത് അതിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു പ്ലെയിൻ എന്ന്, ആ ഒരു പ്രതലം എന്ന് പറയുന്നത് കറക്റ്റ്ലി വെർട്ടിക്കൽ അല്ല, അതൊരു ചെറിയ ഇൻക്ലിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഇൻക്ലിനേഷനിലാണ് ഈ ഒരു മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ ഒരു ചെറിയ ചെരിവില്. അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു സർഫസ് നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ഈ രീതിയിലായിരുന്നു വെച്ചത് അല്ലെ, അതിന് പകരം ഇത് നമ്മൾ ഇങ്ങനെ ചെരിച്ചു വെക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അതിന്റെ ആ ഒരു ഡയമെൻഷൻ, അതിന്റെ അതായത് ആ ഡയമെൻഷൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെപ്ത് ഈ ഒരു പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, നേരത്തെ കേസിൽ ഈ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരുന്നു, കറക്റ്റ് ഈ രീതിയിലായിരുന്നു അല്ലെ. അപ്പം ഈ ഒരു കേസിൽ ഈ ഒരു പ്ലെയിനിന്റെ ഏറ്റവും ലാർജസ്റ്റ് ഡയമെൻഷൻ, അതായത് ആ ഒരു ഡെപ്ത്, ഒരു ആംഗിൾ തീറ്റയിലാണ് ഈ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രീ സർഫസുമായിട്ട് ഉണ്ടാക്കുന്നത് ഓർക്കുക. ഈ ആംഗിൾ തീറ്റ മനസ്സിലായോ? മനസ്സിലാവുന്നില്ലേ? ആ ഫിഗർ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന ഡയമെൻഷൻസ് അല്ലെങ്കിൽ ആ പറയുന്ന വാല്യൂസ് മാത്രം എഴുതിയെടുക്കാൻ നോക്കുക, എഴുതിയെടുക്കണ്ട, ഞാൻ ഈ ഇതിന് ശേഷം ഈ നോട്ട് അയച്ചു തരാം. അപ്പം ഇതാണ് ആംഗിൾ തീറ്റ. ഇനി നമ്മളൊന്ന് നോക്കുക, ആ ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ആ ഒരു പ്ലെയിനിന്റെ ഡയമെൻഷന്റെ ആ ഒരു ലൈൻ അല്ലേ. ഓക്കെ, അപ്പം ഈ ഒറിജിൻ ഇത് ഒരു പോയിന്റ് O ആണെന്ന് വിചാരിക്കാം. ഈ പോയിന്റ് Oയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സ്ട്രിപ്പിലേക്കുള്ള അകലമാണ് എന്ത്, Y. ജസ്റ്റ് നോക്കുക, ആ ഡയമെൻഷൻ പോകുന്ന അതേ ലൈനിൽ എടുക്കുന്ന Oയിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് നേരത്തെ പോലെ തന്നെ നമ്മളൊരു ചെറിയ സ്ട്രിപ്പാണ് ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ആ സ്ട്രിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, Y. ഇതുപോലെ തന്നെ ഈ പോയിന്റ് Oയിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്, Y ബാർ. കണ്ടോ, Y ബാർ. ഓക്കെ, ആരോ ഒരാൾ അൺമ്യൂട്ട് ചെയ്യുന്നത്, സംഗീത ഷാജി മ്യൂട്ട് ചെയ്തേ. Y ബാർ. ഇതേപോലെ തന്നെ നമ്മളിപ്പം ഒരു പോയിന്റ് സെന്റർ ഓഫ് പ്രഷർ അറ്റ് എ ഡിസ്റ്റൻസ് Y സ്റ്റാർ ആണെന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു ഒറിജിനിൽ നിന്ന്, ആ ഒരു പോയിന്റ് Oയിൽ നിന്ന്, ഒറിജിൻ അല്ല Oയിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ Y സ്റ്റാർ കൊടുക്കുന്നത് കണ്ടില്ലേ. ഇതാണ് സെന്റർ ഓഫ് പ്രഷർ P, ഇത് സെന്റർ ഓഫ് ഗ്രാവിറ്റി G. അപ്പം ഈ Oയിൽ നിന്ന് G വരെയുള്ള ഡിസ്റ്റൻസ് Y ബാർ, Oയിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷർ വരെയുള്ള ഡിസ്റ്റൻസ് Y സ്റ്റാർ. ഓക്കെ, ഇത് നമ്മൾ ഓരോന്നും ഇനി ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ജസ്റ്റ് നോക്കുക, ഇതായിരുന്നു നമ്മുടെ ഫ്രീ സർഫസ്. ആ ഡയമെൻഷൻ പോന്നിരിക്കുന്ന ലൈൻ അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, ആ സ്ട്രിപ്പ് ഉണ്ടായിരുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് എത്രയാണ്, സ്ട്രിപ്പ് ഉണ്ടായിരിക്കുന്ന ഡിസ്റ്റൻസ് അറ്റ് എ ഡിസ്റ്റൻസ് Y അല്ലെ, ഈ Oയിൽ നിന്ന് Y അകലം. അപ്പം ഈ ഫ്രീ സർഫസിൽ നിന്ന് ഈ സ്ട്രിപ്പ് വരെ ഉണ്ടാക്കുന്ന ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഫ്രീ സർഫസിൽ നിന്ന് ഈ സ്ട്രിപ്പ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതൊരു ട്രയാങ്കിൾ അല്ലേ, എങ്ങനെയാ ട്രയാങ്കിൾ വരിക? ഈ രീതിയിൽ അല്ലെ. നമുക്ക് വേണ്ടത് H, നമുക്ക് Y അറിയാം, ഇത് ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ Hഉം Yയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സൈൻ തീറ്റ എടുക്കുക അല്ലെ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്പോസിറ്റ് അപ്പോൺ ഹൈപ്പോട്ടന്യൂസ്. റെഡി? അപ്പം H ഡിവൈഡ് ബൈ Y. ഈ ഇക്വേഷൻ മനസ്സിലായോ?
ഓക്കെ ആണോ? സൈൻ തീറ്റ എന്ന് പറയുന്നത് എച്ച് ഡിവൈഡ് ബൈ വൈ. ഇത്രയേ ഉള്ളൂ. മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഇതിൽ നിന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേപോലെ തന്നെ നമുക്ക് വൈ സ്റ്റാർ നോക്കാം. ഈ ഒരു കേസിൽ വൈ സ്റ്റാർ ആവുന്ന സമയത്ത് ഈ ഉണ്ടാവുന്ന എച്ച് എന്ന് പറയുന്നത് എച്ച് സ്റ്റാർ ആയിരിക്കും. ആ ഒരു എച്ച് ആണ് ഇന്ന് സെന്റർ ഓഫ് പ്രഷർ അല്ലെ. അപ്പം എന്താണ് എച്ച് സ്റ്റാർ ഡിവൈഡഡ് ബൈ വൈ സ്റ്റാർ വിൽ ഓൾസോ ബി ഈക്വൽ ടു സൈൻ തീറ്റ. ഇതുപോലെ തന്നെ എച്ച് ബാർ ഡിവൈഡഡ് ബൈ വൈ ബാർ വിൽ ഓൾസോ ബി ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പം ജനറൽ ആയിട്ട് നമുക്ക് ഇത്ര ഓർത്താൽ മതി. എച്ച് ഡിവൈഡ് ബൈ വൈ വിൽ ബി ഈക്വൽ ടു എച്ച് സ്റ്റാർ ഡിവൈഡ് ബൈ വൈ സ്റ്റാർ വിൽ ബി ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ഡിവൈഡ് ബൈ വൈ സ്റ്റാർ. ഇതെല്ലാം എന്തായിട്ട് വരും? സൈൻ തീറ്റ ആയിട്ട് വരും. അതായത് നമുക്കിപ്പം പഴയ ആ ഒരു വെർട്ടിക്കൽ പ്ലേറ്റിൽ ഉണ്ടായിരുന്നപ്പോ ആ ഒരു പ്ലേറ്റിൽ വന്ന സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഒന്ന് പറയാൻ ശ്രമിച്ചേ. സെന്റർ ഓഫ് പ്രഷറിന്റെ സെന്റർ അല്ല, ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? റോ ജി എ എച്ച് ബാർ അല്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? എവിടെ അല്ലെ, പഠിച്ചിട്ടില്ല. അപ്പം അതേ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ ആണെങ്കിലും ടോട്ടൽ പ്രഷർ എഫ് എന്ന് പറയുന്നത് റോ ജി എ ഇൻറ്റു എച്ച് ബാർ ആയിരിക്കും. സെയിം രീതിയിൽ തന്നെ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് റോ ജി എ എച്ച് ബാർ അല്ല, സെൻട്രോയിഡ് വരില്ല. കാരണം നമുക്ക് ഇന്റഗ്രൽ വൈ ഡി എ എന്ന് പറഞ്ഞു വരും. അപ്പൊ നമ്മൾ അതിനെ എന്തായിട്ട് എഴുതി? ടോട്ടൽ എ ഇൻറ്റു എച്ച് ബാർ എന്ന് എഴുതിയില്ലേ? റെഡി? ഇന്റഗ്രൽ, അതായത് അതിനകത്തൊരു ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. ഇന്റഗ്രൽ എച്ച് ഡി എ വരും. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എച്ച് ബാർ ഇൻറ്റു എ. ആ ഒരു എച്ച് ബാർ ഇൻറ്റു എ ആണ് ഈ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ആവുന്ന സമയത്ത് നമുക്ക് എന്തെഴുതാം? റോ ജി എ ഇൻറ്റു എച്ച് ബാറിന് പകരം നമുക്ക് എന്തെഴുതണം? എച്ച് ബാറിന് പകരം നമ്മൾ വൈ ബാർ സൈൻ തീറ്റ എന്ന് എഴുതണം. ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ ബാർ സൈൻ തീറ്റ. ഓക്കെ ആണോ? അപ്പം അതിന്റെ ഇൻക്ലിനേഷൻ ഏതാണ് എന്നുള്ളതനുസരിച്ച് നമ്മൾ വാല്യൂ മാറ്റിയാൽ മതി. ഓക്കെ ആണോ? ഞാൻ ആ ഡെറിവേഷൻ മൊത്തം ഇനി പറഞ്ഞു തരണോ? ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ പ്രഷർ എടുക്കുക. പി എന്ന് പറയുന്നത് റോ ജി എച്ച്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഫോഴ്സ് എടുക്കും. റോ ജി എച്ച് ഇൻറ്റു ഏരിയ എടുക്കുക. എന്നിട്ട് ഇതൊരു ചെറിയ സ്ട്രിപ്പിലല്ലേ, അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബി, ഈ ഒരു വിഡ്ത്ത് ഇൻറ്റു ആ ഒരു സ്ട്രിപ്പിലേക്കുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്ട്രിപ്പിന്റെ ചെറിയ തിക്നെസ് ഡി എ. ഓക്കെ, ആ രീതിയിൽ തന്നെ ചെയ്യാം. നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഇത്രയുള്ള വ്യത്യാസം. നമ്മൾ അവിടെ അതേ രീതിയിൽ തന്നെ പോവുക. അവസാനം നമ്മൾ എച്ച് ബാർ വരും അല്ലെ. എച്ച് ബാർ വരുമ്പോഴത്തേക്കും ഈ സൈൻ തീറ്റന്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വൈ ബാർ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു ഇൻക്ലൈൻ സർഫസ് ആകുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു ടേമിന് ഒരു ചെറിയ മാറ്റം മാത്രം. എച്ച് ബാറിന് പകരം വൈ ബാർ സൈൻ തീറ്റ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം അല്ലെ. സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. അപ്പൊ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഈ കേസിൽ എത്രയാണ്? എച്ച് സ്റ്റാർ അല്ലേ. ഓക്കെ, അതിന് നമ്മൾ പഴയ അതേ പ്രൊസീജിയർ തന്നെ, ചെറിയ മാറ്റം വരുന്നതുകൊണ്ട് ഞാൻ അതൊന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സെന്റർ ഓഫ് പ്രഷർ ആദ്യം തന്നെ നമ്മൾ ആ ഒരു സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എടുക്കുക. ആ ചെറിയ സ്ട്രിപ്പിലേക്ക് വരുന്ന ഈ ഒരു ഫോഴ്സ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? റോ ജി എ റോ ജി എച്ച് ഇൻറ്റു ഡി എ. അത് എത്ര ഡെപ്തിലാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് റോ ജി എച്ച്. ആ ഒരു ചെറിയ സ്ട്രിപ്പിലേക്ക് മാത്രം വരുന്ന ആ ഒരു ഫോഴ്സ്, റോ ജി എച്ച് ഇൻറ്റു ഡി എ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എച്ചിനെ നമ്മൾ മാറ്റിയിട്ട് റോ ജി എച്ചിന് വരെ എന്ത് എഴുതാൻ പറ്റും? വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ ചെയ്യുക. വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ. ഓക്കെ, ഇനി നമ്മൾ മൊത്തത്തിൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ഇന്റഗ്രൽ ഡി എഫ് ചെയ്യുമ്പോൾ നമുക്ക് റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ വൈ ഡി എ.
റെഡി? ഇത് കോൺസ്റ്റന്റ്, ഇത് രണ്ടും കോൺസ്റ്റന്റ്. വൈയും ഡി എം ആണ് അതിനകത്ത് ആകെ വേരി ചെയ്യുന്നത്. വൈ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന്, അതായത് ഓയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഓരോ സ്ട്രിപ്പിന് വരുമ്പോഴത്തേക്കും മാറൂലേ, അതുപോലെ തന്നെ ഏരിയയും മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈ ഡി എ, ഇന്റഗ്രൽ വൈ ഡി എ എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസത്തെ അതേ ഇക്വേഷൻ തന്നെ എങ്ങനെയായിരിക്കും വരിക? റോ ജി സൈൻ തീറ്റ ഇന്റഗ്രൽ വൈ ഡി എ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ, ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എടുക്കാൻ നേരത്ത് ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഈ സെന്റർ ഓഫ് പ്രഷറിന്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡി എഫ് കാരണം ഉണ്ടാവുന്ന മൊമെന്റിലേക്ക് പോകണം അല്ലെ? മൊമെന്റ് ഡ്യൂ ടു ഡി എഫ് അറ്റ് ഒ. ഈ ഓയില് ഈ ഡി എഫ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എം ഡ്യൂ ടു അല്ലെ ഡി എം എന്ന് കൊടുക്കാം. ചെറിയ ആ ഒരു സ്ട്രിപ്പ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുമ്പോൾ റോ ജി വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ ഇൻറ്റു വൈയും കൂടെ എടുക്കുക. ഇവിടെ നിന്ന് ഈ ഒരു സ്ട്രിപ്പിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഓയിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ ഏരിയയിലേക്കോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഈ രീതിയിലാകുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ എച്ച് എടുക്കുമ്പോൾ വരിക. ഓയിലേക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ഓയിൽ നിന്ന് ആ ഒരു ഫോഴ്സ് വെക്ടർ പോകുന്നത് അങ്ങോട്ട്. അതായത് കാണിച്ചു തരാം, ജസ്റ്റ് നോക്കുക. ഈ ഒരു ഡി എഫ് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഓയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വൈ എടുക്കുന്നത്. ഓയിൽ നിന്ന് ഈ ഫോഴ്സിന്റെ ആ ഒരു ഡയറക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് വിൽ ബി വൈ. അതേസമയം ഈ ഫ്രീ സർഫസിലാണെങ്കിൽ മാത്രമാണ് എപ്പോഴും നമ്മൾ ഫോഴ്സിന് നോർമൽ ആയിട്ട് വേണം എന്തെടുക്കാൻ, ആ ഡിസ്റ്റൻസ് എടുക്കാൻ. പറഞ്ഞത് മനസ്സിലായോ? ഇല്ലെങ്കിൽ ചോദിച്ചേ. ഫോഴ്സ് ആ ഒരു പ്ലെയിനിൽ കൂടെ അല്ലേ നോർമൽ ആയിട്ടുള്ള ആക്ട് ചെയ്യുന്നത്. അപ്പം ആ നോർമൽ ആയിട്ടുള്ള ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ജസ്റ്റ് നോക്കുക. എപ്പോഴും ഒരു ഗിവൺ ഏരിയ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഞാനൊരു ഗിവൺ ഏരിയ എടുത്തു. ഈ ഏരിയക്ക് എപ്പോഴും ഒരു പ്രഷർ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് നോർമൽ ആയിട്ടുള്ള ആക്ട് ചെയ്യുക, ഈ ഡയറക്ഷനിലല്ല ആക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഗിവൺ പോയിന്റിൽ നിന്ന് ഈ ഒരു ഫോഴ്സിന് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഈ രീതിയിലായിരിക്കും എടുക്കേണ്ടത്. കാരണം ഈ ഫോഴ്സും നമ്മുടെ ലൈൻ, ഓയിലേക്കുള്ള ലൈനും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് വരണം. അല്ലാണ്ട് നമ്മൾ ഈ ഒരു ഫോഴ്സിന് ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? എപ്പോഴും നമ്മൾ ഫോഴ്സിന് നോർമൽ ആയിട്ട് വേണ്ട ഡിസ്റ്റൻസ് എടുക്കാൻ. അപ്പം ഈ ഫോഴ്സ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതിന്റെ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പല ഡിസ്റ്റൻസ് എടുക്കുവാണെങ്കിലും ഈ നോർമൽ ആയിട്ട് വരുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതേ കേസിൽ നമ്മൾ ഇതൊന്ന് ചെരിച്ചാണ് വെച്ചതെങ്കിൽ ഇതിന് നോർമൽ ആയിട്ടായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, ആ ഒരു പ്രഷർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പം ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുന്ന പറയുമ്പോഴത്തേക്കും ഇത് രണ്ടും ഒരേ ലൈന് വരും. ഇവിടെ ഈ പ്രതലം ഇങ്ങനെ പരന്നല്ലേ കിടക്കുന്നത്, അതേ പ്രതലം അതേ ലൈനിൽ കൂടെ തന്നെ ആയിരിക്കും ആ നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ പ്ലെയിൻ ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നത് അതേപോലെ ആയിരിക്കും ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ആ രീതിയിലായതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ നോർമൽ ഡിസ്റ്റൻസ്, ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് എടുത്തത്, വൈ ആയിട്ട് എടുത്തത്. അപ്പൊ അത് ഓർക്കണേ, ഇൻറ്റു വൈ എടുത്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ നമ്മൾ ഒന്ന് മാറ്റി റീഅറേഞ്ച് ചെയ്യാം. റോ ജി സൈൻ തീറ്റ വൈ സ്ക്വയർ ഡി എ കിട്ടി. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് ആ ഒരു ചെറിയ സ്ട്രിപ്പിന്റെ മൊമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എനാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഐ ഒ. അതായത് ഓയിൽ എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓയിൽ എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഐ ഒ. റെഡി? കഴിഞ്ഞ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഫ്രീ സർഫസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇവിടെ നമ്മൾ ഓയിൽ എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് എന്ത്? ഐ ഒ. ഓക്കെ, ഓക്കെ പറ. ഓക്കെ ആണെങ്കിൽ മനസ്സിലായില്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കാണാത്തവരൊന്ന് കണ്ടാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ സ്ട്രിപ്പിൽ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ എല്ലായിടത്തേക്കുമുള്ള മൊമെന്റ് എടുത്തു. അതേപോലെ തന്നെ
ടോട്ടൽ ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് എച്ച് സ്റ്റാറിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒരു മൊമെന്റ് അല്ലേ? അതായത് എച്ച് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഈ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുവാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എച്ച് സ്റ്റാർ ഇൻറ്റു എത്ര എടുക്കണം? ടോട്ടൽ പ്രഷർ. സോറി ഒരു സെക്കൻഡ്, ഓയിലിൽ നിന്നല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൈ സ്റ്റാർ എടുക്കണം. പറഞ്ഞുതരാം. അതായത് ഈ പ്രഷർ, ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് ആണ് അല്ലെ? ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. അതിനാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഇത് ഓയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? വൈ സ്റ്റാർ ആയിരിക്കും. അപ്പം ഈ ഒരു ഫോഴ്സ് എഫ് കാരണം ഓയിൽ ഉണ്ടാകുന്ന മൊമെന്റ് എത്രയായിരിക്കും? എത്രയായിരിക്കും? ഫോഴ്സ് എഫ് കാരണം ഓയിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഇക്വേഷൻ എന്തായിരിക്കും? പറഞ്ഞേ. എഫ് ഇൻറ്റു വൈ സ്റ്റാർ അല്ലെ? എഫ് ഇൻറ്റു വൈ സ്റ്റാർ. അതാണ് എന്ത്? മൊമെന്റ് ഡ്യൂ ടു എഫ് ഓൺ ഓ അല്ലെ? എഫ് കാരണം ഓയിൽ ഉണ്ടാകുന്ന മൊമെന്റ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു. എഫിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. അത് എത്ര കിട്ടിയേ? എഫിന്റെ വാല്യൂ കിട്ടിയേക്കുന്നത് റോ ജി എ എച്ച് ബാർ അല്ലേ? കാണുന്നില്ലല്ലോ. ഓക്കെ, എഫ് എന്ന് പറയുന്നത് റോ ജി എ എച്ച് ബാർ. ഈ എച്ച് ബാർ ആയിരുന്നു നമ്മൾ വൈ സൈൻ തീറ്റ കൊടുത്തത്, വൈ ബാർ സൈൻ തീറ്റ കൊടുത്തത്. അപ്പൊ നമ്മൾ റോ ജി എ എച്ച് ബാർ ആയിട്ട് അവിടെ ഇടുക. അപ്പം നമുക്ക് ഈ ഒരു എഫിന്റെ വാല്യൂ ആണ് ഇപ്പൊ എഴുതിയേക്കുന്നത്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റോ ജി എ എച്ച് ബാർ ഇൻറ്റു വൈ സ്റ്റാർ വിൽ ബി ഈക്വൽ ടു ഏത്? ഈ തന്നേക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ. കാരണം നമ്മൾ ഒരു സ്ട്രിപ്പിന്റെ എടുത്തിട്ട് ടോട്ടൽ എടുത്തു, അതും ഇതും തുല്യമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഈ വൈ സ്റ്റാറിലാണ് ഈ പറയുന്ന എഫ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നു എന്ന് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഐ ഒ. ഓക്കെ അല്ലേ ചന്ദേ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈ സ്റ്റാർ ചെയ്യുന്നു. വൈ സ്റ്റാർ എന്ന് പറയുമ്പം റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഐ നോട്ട് ഐ ഒ ഡിവൈഡ് ബൈ റോ ജി എ എച്ച് ബാർ. ഇതിൽ നിന്ന് റോജിയും ക്യാൻസൽ ആയി പോവും. അപ്പോ ഇതിന്റെ ഫൈനൽ ആയിട്ട് വരുമ്പം ഓക്കെ, ഇനി നമ്മൾ ഐ ഒക്ക് പകരം എന്തും കൂടെ കൊടുക്കണം? ഓക്കെ, ഐ ഒക്ക് പകരം ഐ അബൌട്ട് ഒ, അതിന് പകരം എന്ത് കൊടുക്കാം? ഏത് ആക്സിസ് തിയറം വെച്ചിട്ട്? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് സൈൻ തീറ്റ ഇൻറ്റു ഐ ഒ എന്തായിരിക്കും? ഐ ഒ എന്തായിരിക്കും? ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എച്ച് ബാർ. നിങ്ങൾ തിരക്ക് പിടിച്ചിപ്പം എഴുതിയെടുക്കല്ലേ? ഞാൻ ഈ നോട്ട് അയച്ചു തരാന്ന് പറഞ്ഞില്ലേ? അപ്പം എഴുതിയെടുക്കാണ്ട് ക്ലാസ് ശ്രദ്ധിക്കുമോ? ക്ലാസ് കഴിയുന്നതോടെ ഞാൻ ഈ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് അയച്ചു തരാം. ഈ എഴുതുന്നത് മൊത്തം നിങ്ങൾക്ക് അയക്കാൻ പാകത്തിനാണ് ഞാൻ എഴുതി ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ജസ്റ്റ് നമുക്കിപ്പം സൈൻ തീറ്റ ഈ ഒരു ഇക്വേഷൻ ഞാനൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. അതായത് സോറി, ശ്രദ്ധിക്കണം, വൈ സ്റ്റാർ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എച്ച് ബാർ ഇൻറ്റു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. ഇങ്ങനെയല്ല വന്നേക്കുന്നത്? ഇങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? എച്ച് സ്റ്റാർ ഡിവൈഡ് ബൈ
വൈ സ്റ്റാർ എന്തായിരിക്കും? സൈൻ തീറ്റ അല്ലെ? അപ്പം ഇതിൽ നിന്ന് നമ്മൾ വൈ സ്റ്റാർ എന്തായിരിക്കും? വൈ സ്റ്റാർ എന്ന് പറയുന്നത് എച്ച് സ്റ്റാർ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ അല്ലേ? അതായത് ജസ്റ്റ് ഇത് ഇങ്ങോട്ട് പോകും, തിരിച്ച് സൈൻ തീറ്റ ഇങ്ങോട്ട് വരും. അപ്പം വൈ സ്റ്റാർ വിൽ ബി ഈക്വൽ ടു എച്ച് സ്റ്റാർ ഡിവൈഡ് ബൈ വൈ സൈൻ തീറ്റ. ഇത് മനസ്സിലായില്ലേ? എച്ച് സ്റ്റാർ ഡിവൈഡ് ബൈ സൈൻ തീറ്റ. അപ്പം ഈ വൈ സ്റ്റാറിന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? എച്ച് സ്റ്റാർ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ ഇൻറ്റു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ, എ എച്ച് ബാർ സ്ക്വയർ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എച്ച് സ്റ്റാർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പം എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ ഇൻറ്റു ഐ ജി പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എത്ര വരും? ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എയും എയും ക്യാൻസൽ ആയി പോകും. അതായത് എ എച്ച് ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ എ എച്ച് ബാർ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എയും പോയി എച്ച് ബാർ സ്ക്വയറും എച്ച് ബാറും പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു എച്ച് ബാർ വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, പഴയ ഇക്വേഷൻ ഒക്കെ തന്നെയാണ് വന്നേക്കുന്നത്. അവിടെ ഒരു സൈൻ തീറ്റ മാത്രം ഒന്ന് മാറി അല്ലെ? ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ അഡീഷണൽ ആയിട്ട് വന്നു. ഞാൻ ഇതിന്റെയും ഡെറിവേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കുക. മറ്റേതാണെങ്കിലും നിങ്ങളൊന്ന് സ്വന്തം ചെയ്ത് നോക്കുക, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പഴയ അതേ മെത്തേഡ് തന്നെ. ഇവിടെ നമുക്ക് മെത്തേഡിന് മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് അവിടെ സൈൻ സ്ക്വയർ തീറ്റ ഒക്കെ എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾ ആലോചിക്കും. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് അത് വന്നേ എന്നൊന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഇത്രയും ആയിട്ടുണ്ട്. അതായത് ഇതിനകത്തുനിന്ന് ഈ ഒരു ഇക്വേഷന്റെ ഡെറിവേഷൻ ഒന്നും സിലബസിൽ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഡെറിവേഷൻ പഠിച്ചു വെക്കുക. ഡെറിവേഷൻ അതായത് നിങ്ങൾക്ക് പഠിക്കേണ്ടായിരുന്നെങ്കിൽ കൃത്യം സിലബസിൽ പറഞ്ഞു തന്നെ, ഡെറിവേഷൻ നോട്ട് റിക്വയർഡ് പ്രോബ്ലം മാത്രം. പക്ഷെ അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ഡെറിവേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് പഠിക്കുക. ഇന്ന് തന്നെ സ്വന്തം ഇതൊന്ന് 2 പ്രാവശ്യം വർക്ക്ഔട്ട് ചെയ്താൽ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, വിട്ട് കളഞ്ഞേക്കരുത് കേട്ടോ. ഇപ്പൊ മനസ്സിലായവര് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് 1 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ കാലാകാലം തലയിലിരുന്നോളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മളിപ്പം ഒരു വെള്ളത്തിനകത്ത് ഇങ്ങനെ ഒരു പ്ലെയിൻ ഇറക്കി വെച്ചിരിക്കുവാണ്. അങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്ന പ്രഷറും സെന്റർ ഓഫ് പ്രഷറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് എന്തിനു വേണ്ടി കണ്ടുപിടിച്ചേ? ഇതിന്റെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ? നമ്മൾ എപ്പോഴും ഒരു കാര്യം പഠിക്കുവാണ്, അതിന് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വേണ്ടേ? ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ടോ? ഒരു കുറേ ഡെപ്തിനകത്ത് ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു പ്രതലം ഇങ്ങനെ കൊണ്ട് വെച്ചു എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ അതിന്? ഉണ്ടാവും. എന്തായിരിക്കും അതെന്ന് പറയാൻ പറ്റുമോ ബിയ? ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയോ? നമ്മുടെ ഡാമിന്റെ ഒക്കെ കേസിൽ നോക്കുക. ഡാമിന്റെ ഒക്കെ കുറെ താഴെയായിട്ട് നമ്മൾ ചിലപ്പം ഷട്ടറും അല്ലെങ്കിൽ ഒരു സ്ലൂയിസിന്റെ, അതായത് ഒരു എന്താണ് പെൻസ്റ്റോക്കിലേക്കൊക്കെ പോകുന്ന ഒരു കണ്ടിട്ട് ഉണ്ടാവും, ഒരു ഓട്ട ഉണ്ടാവും. ആ ഓട്ടയ്ക്ക് ഒരു ഷട്ടർ ഉണ്ടാവും, തുറക്കാനും അടയ്ക്കാനും. റെയിൻ ഗേജോ? റെയിൻ ഗേജ് ഇതിന് ഇതല്ലല്ലോ. റെയിൻ ഗേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രമാത്രമാണ് ഒരു സ്ഥലത്ത് മഴ പെയ്തത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് റെയിൻ ഗേജ്. ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, ഈ ഫോഴ്സ് കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഫോഴ്സ് എത്രയാണ് എന്ന് അറിഞ്ഞിട്ടേ നമ്മൾക്ക് ഈ ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഷട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ആ ഒരു ഷട്ടർ എന്ന് പറയുന്നത് ഒരു പ്രതലം വെർട്ടിക്കലായിട്ട് കൊണ്ടുപോയിട്ട് ഒരു ഡാമിന്റെ അടി വെച്ചേക്കുമല്ലേ. അപ്പൊ ഇത്ര ഡെപ്തിലുള്ള ആ ഒരു ഷട്ടറിലേക്ക് വരാൻ പോകുന്ന പ്രഷർ എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും സ്ട്രെങ്ത് ആവശ്യമുള്ള ഏരിയ എത്രയായിരിക്കണം, അവിടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ പ്രകാരം അത്രയും സ്ട്രെങ്ത് അതിന് എടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പ്രതലം ഇത്ര ഡെപ്തിലുണ്ടെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്, അതിനകത്ത് കൊടുക്കേണ്ട സ്ട്രെങ്ത് എത്രയായിരിക്കണം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കാണാമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അതായത് ഒരു ഡെപ്തിനകത്ത് ഒരു ഫ്ലൂയിഡ് ഇരിക്കുകയാണ് അല്ലെ. അപ്പം ആ ഒരു ഗേറ്റിന്റെ തുറക്കലും അടക്കലും പ്രകാരമാണ് അതിനകത്ത് നിന്ന് ആ ഒരു ഫ്ലൂയിഡിന്റെ മോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഈ രീതിയിൽ അതിനൊരു കൺട്രോളിങ്, അതായത് ചിലപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് പൊന്തിക്കേറി വരാം. പക്ഷെ അവിടെ നോക്കേണ്ടത് അത് പൊന്തിക്കേറി വരുവാണെങ്കിലും അതിനകത്ത് എത്രമാത്രമായിരിക്കും പ്രഷർ വരിക. ഇത് കണ്ടോ, ആ ഒരു ഫ്രീ സർഫസ് ഒന്നും ഒരു നിശ്ചിത ഡെപ്തിനകത്തല്ല ഈ ഒരു ഗേറ്റ് ഇരിക്കുന്നത്. ഈ ഗേറ്റ് പൊക്കുകയും താത്തുകയും ചെയ്യുന്നതനുസരിച്ചല്ല അതിനകത്തൂടെ വെള്ളം പോകുന്നത്. ഇതും അതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഇപ്പോൾ ഒരു കനാലിൽ കൂടെ ആണെങ്കിലും എന്താണ്, നമുക്കത് പൊക്കുമ്പോൾ അതിനകത്തൂടെ വെള്ളം പോകുന്നു. ഇത് ഫ്രീ സർഫേസ് തന്നെയാണ്. അപ്പം അതിനകത്ത് എത്രമാത്രമാണ് പ്രഷർ വരിക, അത് എത്രമാത്രം അതിന്റെ സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പറഞ്ഞ ആ ഒരു രണ്ടാമത്തെ കേസ് അല്ലെ, ഒരു വെർട്ടിക്കൽ പ്ലെയിൻ പൊക്കുകയും താത്തുകയും ചെയ്യുന്നു. അപ്പം ഇത് വെള്ളം താങ്ങി നിർത്തണമെങ്കിൽ ഇതിന് എത്രമാത്രം പ്രഷർ വേണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, റെഡി അല്ലേ? അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ആണെന്ത്, സ്ലൂയിസ് ഗേറ്റ്. സ്ലൂയിസ് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വെർട്ടിക്കൽ ആയിട്ട്, ഓക്കെ ജസ്റ്റ് കാണാം, ഇതാണ് ഒരു സ്ലൂയിസ് ഗേറ്റ്. അപ്പം ഇതിനകത്തുനിന്ന് ഈ ഒരു റിസർവോയർ അല്ലെങ്കിൽ ഒരു വെള്ളം ഇങ്ങനെ കെട്ടി നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം, അതിൽ നിന്ന് നമുക്ക് വെള്ളത്തിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഗേറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലൂയിസ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോ ജസ്റ്റ് അത് നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റും. അപ്പം അതിന്റെ കൺട്രോളിങ് കാര്യങ്ങൾ. അപ്പം ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് സ്ലൂയിസ് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സ്ലൂയിസ് ഗേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അപ്പം ഇതിനകത്ത് ഇത്ര ഡെപ്തിലാണെന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ സ്ലൂയിസ് ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു വെർട്ടിക്കലായിട്ട് നമ്മൾ ഒരു പ്ലെയിൻ കൊണ്ടുവച്ച അതേ കേസ് തന്നെ. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, എനിക്ക് ക്വസ്റ്റ്യൻ മൊത്തം കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് വായിക്കാം. എ സർക്കുലർ ഓപ്പണിംഗ് 3 mm ഡയ in a vertical side of a tank is closed by a disc of 3 meter dia which can be rotated about the horizontal axis. അതായത് ഒരു ടാങ്ക്, ഓക്കെ, അതിനകത്തൊരു ചെറിയ ഹോൾ ഉണ്ട്, ഈ രീതിയിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഇതിനെ നമ്മൾ ഒരു 3 മീറ്റർ അതേ ഡയമീറ്റർ ഉള്ള ഒരു ഡിസ്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളോട് ഇത്രയാണ് പറഞ്ഞേക്കുന്നത്, ഫോഴ്സ് ഓൺ ദ ഡിസ്ക്, അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ. ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒരു സർക്കുലർ ഡിസ്ക് അല്ലേ, റെഡി. അപ്പൊ ഞാൻ ഇതിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞുതരാം, എ പാർട്ട്. ഓക്കെ, is closed by a disc of 3 meter which can rotate about the center of pressure. Okay, ഇതിനകത്ത് ഒരു കേസ് ഞാൻ പറഞ്ഞില്ല, ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. ഇനി ജസ്റ്റ് നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഒരു ഡയമീറ്ററിന്റെ മേലേക്ക് എത്ര, ഈ ഒരു അതായത് ഫ്രീ സർഫസിൽ നിന്ന് ഈ ഡിസ്ക് വരെയുള്ള ഈ ഒരു ഡെപ്തും കൂടെ ഒന്ന് എഴുതിയെടുത്തോ. അതെന്ന് പറയുന്നത് 4 മീറ്റർ ആയിരിക്കും. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ, 4 മീറ്റർ. ഓക്കെ, അതായത് ഫ്രീ സർഫസിൽ നിന്ന് ആ ഒരു ഡിസ്കിന്റെ ടോപ്പ് വരെയുള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ആദ്യത്തെ കേസ്. ഫോഴ്സ് ഓൺ ദി ഡിസ്ക് എത്രയായിരിക്കും, ഫോഴ്സ് ഓൺ ദി ഡിസ്ക് എത്രയായിരിക്കും, ഓക്കെ ഇത് 4 മീറ്റർ എന്നല്ല, സെക്കൻഡ്, ഈ 4 മീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ വരെയുള്ളതാണ്. ഈ ഹൊറിസോണ്ടൽ ഇതാണ് നമ്മുടെ ഡിസ്ക് എങ്കിൽ അതിന്റെ സെന്റർ വരെയുള്ള ഈ ഹൈറ്റ് ആണ് എന്ത്, 4 മീറ്റർ. അപ്പൊ അത് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ ഫോഴ്സ് ഓൺ ദി ഡിസ്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, അതായത് ടോട്ടൽ പ്രഷർ അല്ലെ, ഫോഴ്സ് ഓൺ ദി ഡിസ്ക്. ആരെങ്കിലും ഒരാൾ പറയോ ഫോഴ്സ് ഓൺ ദി ഡിസ്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് അതിന്റെ ഇക്വേഷൻ, റോ ജി എ എച്ച് ബാർ അല്ലെ, അല്ലേടോ? ഈ ഇക്വേഷൻ നിങ്ങൾ കാണാപാഠം പഠിക്കണം കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ ആണ്, റോ ജി എ എച്ച് ബാർ. ഓക്കെ, ഗുഡ് ബിയ. അപ്പം ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ റോ എന്ന് പറയുന്നത് എന്താണ്, അജയ് കൃഷ്ണൻ അൺമ്യൂട്ട് ചെയ്യുന്നോ? ഓക്കെ, റോ എന്ന് പറയുന്നത് എന്താണ്,
പറഞ്ഞു. ഡെൻസിറ്റി ഡെൻസിറ്റി അല്ലെ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയായിരിക്കും? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇവിടെ ഒക്കെ മീറ്ററിലല്ലേ കിടക്കുന്നത്. അപ്പൊ ഓർത്തോളാം, മീറ്ററിലായതുകൊണ്ട് ക്യൂബിലുള്ള വെയിറ്റ് ആയിരിക്കും. അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 അല്ലെ. 1000. ഓക്കെ. ഇൻറ്റു ജി എത്രയാ? ജി 9.8. 9.8 ആണ്. എയോ? എ എന്ന് പറയുമ്പം ആ ഒരു ഡിസ്കിന്റെ ഏരിയ. ഏരിയ എത്രയായിരിക്കും വരിക? സർക്കിളിന്റെ ഏരിയ πr², അല്ലെങ്കിൽ നമുക്ക് π/4 d² എന്ന് പറയാലോ. കാരണം ഇവിടെ ഡയമീറ്റർ തന്നുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മതി. π × r എന്ന് പറയുമ്പോൾ 1.5 എടുക്കുക. ഈ രണ്ടും കൂടെ പരിചയം ഏതെങ്കിലും ഒന്ന് പഠിക്കുക കേട്ടോ. ഇൻറ്റു h ബാർ എത്രയായിരിക്കും? ഹൈറ്റ് തന്നെ, അതായത് ഇതിന്റെ സെൻട്രോയിഡ് ഹൈറ്റ്. അപ്പൊ എത്ര? ഫ്രീ സർഫേസ് നിന്ന് സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് ആണ് എന്ത്? h ബാർ. എത്ര വരും അത്? 4. കാരണം ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞപ്പം ഫ്രീ സർഫേസ് മുതൽ ഡിസ്കിന്റെ ടോപ്പ് വരെ ആയിരുന്നു. അത് 4 ആണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ റേഡിയസ് കൂടെ കൂട്ടണം. ഒരു സർക്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രലല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ സെന്റർ വരെയുള്ള ഡെപ്ത് തന്നെയാണ് തന്നേക്കുന്നത് 4 മീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4.0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുക 277,368 ന്യൂട്ടൺ ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് 277.3 കിലോ ന്യൂട്ടൺ. റെഡി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് ഓൺ ദ ഡിസ്ക്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഫോഴ്സ് ഓൺ ദ ഡിസ്ക് കിട്ടി. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അടുത്തൊരാളെ വിളിക്കാം. ആരെ വിളിക്കണ്ടേ? നോക്കട്ടെ. അഭിഷേകിനും ബേസിലെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. രണ്ടാമത്തെ ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന H* ഉണ്ട് അല്ലേ? അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഞാൻ പറയാം. IG ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ. ഇതായിരുന്നു ഇക്വേഷൻ. ഇംഗ്ലണ്ട് അല്ല, ഒരു പ്ലെയിൻ ആയിട്ട് തന്നെ ഒരു വെർട്ടിക്കൽ ആയിട്ട് ഇരുന്നപ്പോൾ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. പഠിക്കണം കേട്ടോ, ഇക്വേഷൻ പഠിക്കണം. അപ്പം IG എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാരണ നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിട്ടാ? മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലടാ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ പ്ലെയിൻ. ഒരു സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഓർത്തിരിക്കുക. πd⁴ ഡിവൈഡ് ബൈ 64 ആയിരിക്കും. നോക്കട്ടെ. ഓക്കെ, πd⁴ ഡിവൈഡ് ബൈ 64. IG എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ സെൻട്രോയിഡ് കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതായത് ഇതും എത്ര തന്നെയാണ്? X ആക്സിസ് കൂടെ ഉള്ളതും Y ആക്സിസ് കൂടെ ഉള്ളതും πd⁴ ഡിവൈഡ് ബൈ 64 ആണ്. അപ്പൊ അത് ചെയ്യാം. അപ്പം IG എന്ന് പറയുന്നത് πd എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 മീറ്റർ. അപ്പൊ നമുക്ക് ചെയ്യാം. π × 3⁴ ഡിവൈഡ് ബൈ 64. IG കിട്ടിയില്ലേ? ഏരിയ അറിയോ? ഏരിയ എത്രയാ? ഏരിയ πr². ഓക്കെ, π × 1.5 സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് π/4 × 3² എന്നും ചെയ്യാട്ടോ. രണ്ടും ഒന്ന് തന്നെ. ഇനി നിങ്ങൾ ഈ πr² എന്ന് പറഞ്ഞാൽ π/4 d² പറയാനുള്ള കാരണം നമ്മൾ പെട്ടെന്ന് πr² എന്ന് എടുത്തിട്ട് ചിലപ്പോൾ 3 ഇട്ട് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് എക്സാമിനാണെങ്കിലും. തെറ്റിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ πr² പറയുന്നത് തെറ്റല്ല. അപ്പൊ ഈ ഒരു കൺവേർഷൻ ഒന്ന് ഒഴിവാക്കാൻ മാത്രം π/4 × d² ചെയ്താലും. H ബാർ എത്രയാണ്? H ബാർ 4.0. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. π × 3⁴ ഡിവൈഡഡ് ബൈ π/4 × 3² × 4 പ്ലസ് 4. അപ്പം ഇത് ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 4.14 മീറ്റർ ആയിരിക്കും കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. പറഞ്ഞേക്കുന്നത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം? ഓരോ കേസിലുമുള്ള ഫോഴ്സ് ഓൺ ദി ഡിസ്ക് ρg, AH ബാർ എന്നുള്ളത് മറ്റേതും അവസാനം പറഞ്ഞേക്കുന്നത് അതും പഠിക്കുക. അതുപോലെ തന്നെ
സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ ഒന്ന് പഠിക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ വന്നാൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ടഫായിട്ടൊന്നും വരത്തില്ല. സിമ്പിൾ ആയിട്ട് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് പഠിക്കും. അപ്പൊ ഓർത്തോളാം, ഇതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ എന്തുകൂടെ ചെയ്യണം, ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസും വരും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ഇത്. ചെയ്ത് പഠിക്കുക. കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ അതൊന്ന് ചെയ്ത് സ്വന്തം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലേ ചോദിക്കാം. നമുക്കിപ്പം ക്ലാസ് എൻഡ് ചെയ്യാം. നിർത്താം അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടില്ല. എനിക്കിനി വേണം കോളേജിലേക്ക് പോവാൻ. എന്നാ പോട്ടെ. അപ്പം ജസ്റ്റ് ഇത് പഠിച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വേറെന്താണ്? ഓക്കെ, ഇപ്പൊ നമ്മള് മൊഡ്യൂൾ 1ന്റെ ഒന്നാമത്തെ പകുതി ആയിട്ടുണ്ട്. ഹാഫ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പകുതി ഭാഗം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് മൊഡ്യൂൾ 1 തീരും. അപ്പൊ ഞാൻ പറഞ്ഞ 4 മൊഡ്യൂളിൽ ഏറ്റവും വലിയ മൊഡ്യൂളാണ് മൊഡ്യൂൾ 1. പയ്യാണ് പോകുന്നത്, ഒരുപാട് സ്പീഡൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഭാഗങ്ങൾ ഇനി മനസ്സിലായിട്ടില്ലേ ചോദിക്കും.